ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു ട്രിപ്പും കാര്യങ്ങളെല്ലാം പോവുകയാണ് നമ്മുടെ ഷെൽബിയയിൽ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഷെൽബിയയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് കൊണ്ട് സർവീസിനും കാര്യങ്ങളെല്ലാം കൊടുത്തായിരുന്നു, കാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടി ആയിട്ട് പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം ചെളിയും കാര്യങ്ങളെല്ലാം പിടിച്ചായിരുന്നു. സോ അതുകൊണ്ട് വണ്ടി നേരെ സർവീസിന് കൊടുത്തു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി 5 മണി ടൈം ആയിട്ടുണ്ട്. നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി അവിടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കൊട്ടിയൂർ ഓട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. പിന്നെ നമ്മളങ്ങ് വണ്ടി കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ എടുത്തിട്ടുള്ള ഒരു ആദ്യമായിട്ട് ചെറിയൊരു തട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കൊമ്പ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഓട്ടം കഴിഞ്ഞ് വന്ന വഴിക്ക്. ചെറിയൊരു തട്ടിൽ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം പുറത്തോട്ട് ഇറക്കുവാണ്. ഇന്ന് പിന്നെ അവന്മാരില്ല, ഇന്നും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വൺ ഡേ ട്രിപ്പിൽ ഇന്ന് അവന്മാർക്ക് ഒരു ലീവും കാര്യങ്ങളും കൂടെ കൊടുത്തു. ഞാൻ ഫ്രീ ഉള്ളപ്പോൾ ഞാൻ വണ്ടിയിൽ പോവും, അല്ലാത്തപ്പോൾ അവന്മാരെ വിടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം പുറത്തിറക്കിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ അവിടെ നിന്ന് പോകുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കോളേജിൽ പോകണം. അവിടെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ടാങ്ക് ഡീസലും കൂടി അടിച്ചേക്കാമെന്ന് ഓർത്തു. ഓക്കെ, കാരണം അടുത്ത ദിവസമൊക്കെ ആയിട്ട് 2-3 ഓട്ടം വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസത്തെ ഫുള്ള് എനിക്ക് തോന്നുന്നു ആകെ 2-3 ദിവസമേ തന്നെ വണ്ടിക്ക് ഓട്ടമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഒരു ഓട്ടവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ പമ്പിൽ പോയിട്ട് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് വേണം കോളേജിലോട്ട് ട്രിപ്പ് എടുക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പമ്പിൽ വന്ന് നിൽപ്പുണ്ട്. അത്യാവശ്യം ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഒരു 8:15 ആകാറാവുന്നു. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പ് നേരത്തെ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കുവാണ്. നമുക്ക് കോളേജിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റണം. ഓക്കെ, അവിടെ പിള്ളേരും കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ വോക്കലും ഇട്ടു, ലൈറ്റും സംഭവം എല്ലാം സെറ്റ് ഓണാക്കി ഇട്ടിട്ട് ആണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറ്റി പിള്ളേരെയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ പതുക്കെ തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഗൈസ്, വണ്ടിയും കാര്യങ്ങളെല്ലാം കോളേജിൽ കയറ്റിയിട്ടിട്ടുണ്ട്. ലൈറ്റ് സൗണ്ടെല്ലാം ഓണാക്കി ഇട്ടിട്ടുണ്ട്. പിള്ളേർ ഓരോന്നോരോന്നായിട്ട് പേര് വിളിക്കുന്ന അനുസരിച്ച് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയും കയറ്റി നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യമെല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാക്കേജിൽ നമുക്ക് ആകെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയവും അതുപോലെ തന്നെ ഒരു പാർക്കും കൂടെയാണ് കേട്ടോ. അപ്പം അവിടെ നാളെ വെളുപ്പിനാണ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തുന്നുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി ആകാറാവുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പിള്ളേരായിട്ട് നേരെ ഇവിടെ കയറി ഫുഡും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് കൊടുത്തിട്ട് നമ്മളും ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ പോവുകയാണ് നമ്മുടെ മ്യൂസിയത്തിലോട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാവേ. 1 hour later. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8:30 8:45 ആകാറായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ നമ്മുടെ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ നേരെ മ്യൂസിയത്തിൽ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ഒരു സമയമാവുമല്ലോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നേരെ പാർക്കിൽ പോകുന്നത്. പാർക്കിൽ ചെന്നിട്ടായിരിക്കും നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളെല്ലാം. എന്നിട്ട് പാർക്കിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു 4 ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോരും. തിരിച്ച് ഇവിടെ എത്തും കേട്ടോ വൈകിട്ട്. അങ്ങനെയാണ് നമ്മുടെ ബാക്കി ഇനിയുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ നേരെ നമ്മൾ മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ മ്യൂസിയത്തിലോട്ട്. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഒരു ചെറിയ വഴിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്പോട്ടിൽ നിർത്തിയായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് കട്ട് പോലത്തെ ഒരു വഴി, ചെറിയൊരു വഴിയാണ്. സോ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി മ്യൂസിയത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എൻട്രൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം. ഇനി നമുക്ക് നേരെ പിള്ളേരെ ഇറക്കിയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ തന്നെ കിടക്കാനാണ് കേട്ടോ. കാരണം ഇനി കയറി കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിയാകാണ്ട് ഇറങ്ങത്തില്ല. സോ അതുവരെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ തന്നെ കിടക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ പിള്ളേരെല്ലാം മ്യൂസിയത്തിലോട്ട് പോവാണ്. നമ്മുടെ ചെറുക്കനും ഇവിടെ കിടപ്പുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ഇവർ വന്നിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാവേ. 2 hours later. അപ്പോൾ ഗൈസ് ദേ ഫൈനലി 2-2.5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം പിള്ളേർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടുന്ന് വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ നമ്മുടെ പാർക്കിലോട്ട് പോവാണ്. ഓക്കെ, അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അവിടെ നിന്നാണ് നമ്മുടെ ലഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെല്ലുന്നു, നമ്മൾ നേരെ പാർക്കിൽ പോകുന്നു, ലഞ്ച് കഴിക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് അവർ എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് പോരും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാർക്ക്. നമുക്കിനി ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് വേണം വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റിയിടാൻ. ഓക്കെ, ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ് ദേ ഫൈനലി നമ്മുടെ ചെറുക്കനും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കണം. പിള്ളേർ കഴിക്കാൻ പോയി. കഴിച്ചിട്ട് അവർ ഈ റൈഡിലും കാര്യങ്ങളെല്ലാം കയറിയിട്ട് നമ്മളിവിടുന്ന് ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കും. അപ്പോൾ ഗൈസ് ദേ 5 മണിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 6 മണി കഴിഞ്ഞ് നമ്മളിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കുവാണ്. ഓക്കെ, പിള്ളേർ കളിച്ച് കഴിഞ്ഞപ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ തിരിച്ച് പിള്ളേരെ കോളേജിലും കാര്യങ്ങളൊക്കെ വിടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.